അമേരിക്കയും ഇറാനും തമ്മിൽ ഈ ആഴ്ച നടക്കാനിരിക്കുന്ന ചർച്ചകൾ പുതിയ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ്. തുർക്കിയിലെ ഇസ്താംബൂളിൽ തീരുമാനിച്ച ചർച്ച ഒമാനിലേക്ക് മാറ്റണമെന്നും ചർച്ചകൾ ആണവ വിഷയത്തിലേക്ക് മാത്രമായി ചുരുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടതായി പ്രാദേശിക ഡിപ്ലോമാറ്റുകളിൽ നിന്ന് അറിയാൻ സാധിച്ചു. ഇതിനകം തന്നെ അതിസൂക്ഷ്മമായിരുന്ന നയതന്ത്ര ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പലരും വിലയിരുത്തുന്നത്. എന്നാൽ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈന്യം അവരുടെ സാന്നിധ്യം ശക്തമാക്കുന്ന പശ്ചാത്തലത്തിൽ ചർച്ചയുടെ വേദിയും രൂപവും പുനഃപരിശോധിക്കണം എന്നാണ് ഇറാൻ മുന്നോട്ട് വെച്ച നിബന്ധന. പ്രദേശത്ത് വ്യോമാക്രമണ ഭീഷണിയും അതിനുള്ള തിരിച്ചടി ഭീഷണിയും ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ നിലവിലെ ഈ പ്രതിസന്ധി വ്യാപകമായ ഒരു യുദ്ധത്തിലേക്കാണോ പോകുന്നത് എന്നുള്ള ആശങ്ക ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് സംഘർഷം രൂക്ഷമാക്കുന്ന മറ്റൊരു സംഭവം. ഇതിനോടകം തന്നെ അറബിക്കടലിൽ നങ്കൂരമിട്ട USS അബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിനെ നിരീക്ഷിക്കുകയായിരുന്ന ഇറാന്റെ ഒരു ഡ്രോണിനെ അമേരിക്കൻ സൈനികർ ഇതിനോടകം തന്നെ വെടിവെച്ച് താഴിട്ടു എന്നാണ് പുതിയ വാർത്ത വരുന്നത്. ഈ ഒരു സംഭവം സംഘർഷത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് നിലവിൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇറാന്റെ ആവശ്യം ശക്തവും വ്യക്തവുമാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇറാൻ ആവശ്യപ്പെടുന്നത് ഒരൊറ്റ കാര്യമാണ്, ചർച്ചകൾ നടക്കുകയാണെങ്കിൽ ചർച്ചകൾ ആണവ വിഷയത്തിൽ മാത്രമായിരിക്കണം. അതേസമയം അമേരിക്ക പറയുന്നത് ഇതല്ല, ആണവ വിഷയത്തിൽ മാത്രം ചർച്ച പോരെന്നും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെ കുറിച്ചും അതുപോലെ തന്നെ പ്രാദേശിക പ്രോക്സി ഗ്രൂപ്പുകളിലുള്ള ഇറാന്റെ സ്വാധീനത്തെ കുറിച്ചും അത് മരവിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ച വേണമെന്നാണ് അമേരിക്ക ഇറാനോട് ആവശ്യപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള പ്രധാന തർക്ക വിഷയം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതേസമയം വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് ഫോക്സ് ന്യൂസിനോട് പറഞ്ഞത് ഇറാനുമായുള്ള ചർച്ചകൾ ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ്. എന്നാൽ ഇറാന്റെ വിദേശകാര്യ വക്താവ് പറഞ്ഞത് ചർച്ചയുടെ വേദി എവിടെയാണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും അത് തീരുമാനിക്കുന്ന ഘട്ടത്തിലാണ് നിലവിലുള്ളതെന്നും നൂർ ന്യൂസിനോട് പ്രതികരിച്ചു. മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും അതിനു പുറമെ തുർക്കിയും ഇത്തരമൊരു ചർച്ചയ്ക്ക് വേദിയാകാൻ താല്പര്യം പ്രകടിപ്പിച്ച് ഇതിനോടകം തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.